16ാമത് കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? 16ാമത് കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ഷാനിമോൾ ഉസ്മാൻ. ഇന്ത്യയുമായി സമഗ്ര സാമ്പത്തിക കരാറിൽ ഒപ്പുവെച്ച രാജ്യം ഏതാണ്? ഇന്ത്യയുമായി സമഗ്ര സാമ്പത്തിക കരാറിൽ ഒപ്പുവെച്ച രാജ്യം ഏതാണ്? ഒമാൻ. സമുദ്രോൽപ്പന്ന കയറ്റുമതി രാജ്യത്ത് കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? സമുദ്രോൽപ്പന്ന കയറ്റുമതി രാജ്യത്ത് കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 3. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സമൂഹ മാധ്യമങ്ങളിൽ വിലക്കേർപ്പെടുത്തിയ രാജ്യം ഏതാണ്? 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സമൂഹ മാധ്യമങ്ങളിൽ വിലക്കേർപ്പെടുത്തിയ രാജ്യം ഏതാണ്? മലേഷ്യ. ഇന്ത്യയുടെ മൂന്നാമത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ്? ഇന്ത്യയുടെ മൂന്നാമത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ്? ജനറൽ NS രാജസുബ്രഹ്മണി. 2026 ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കിരീട ജേതാവ്. 2026 ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കിരീട ജേതാവ് PSG. കോവിഡ്-19 തുടർന്നുള്ള ലോക്ക്ഡൌണിൽ പ്രതിസന്ധിയിലായ വഴിയോര കച്ചവടക്കാരുടെ ബിസിനസ് പുനരാരംഭിക്കാൻ ഈടില്ലാതെയുള്ള വായ്പ നൽകുന്ന പദ്ധതി ഏതാണ്? കോവിഡ്-19 തുടർന്നുള്ള ലോക്ക്ഡൌണിൽ പ്രതിസന്ധിയിലായ വഴിയോര കച്ചവടക്കാരുടെ ബിസിനസ് പുനരാരംഭിക്കാൻ ഈടില്ലാതെയുള്ള വായ്പ നൽകുന്ന പദ്ധതി ഏതാണ്? PM സ്വനിധി. സുപ്രീം കോടതിയിലെ ആകെ ജഡ്ജിമാരുടെ എണ്ണം എത്രയാണ്? സുപ്രീം കോടതിയിലെ ആകെ ജഡ്ജിമാരുടെ എണ്ണം 38. ഭിന്നശേഷിക്കാരനായ ആദ്യ ബഹിരാകാശ യാത്രികൻ ആരാണ്? ഭിന്നശേഷിക്കാരനായ ആദ്യ ബഹിരാകാശ യാത്രികൻ ആരാണ്? ജോൺ മക്ഫോൾ. ആഗോള ഓഹരി വിപണിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ആഗോള ഓഹരി വിപണിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 7. 28ാമത് ഷാങ്ഹായ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുന്ന അരുന്ധതി റോയുടെ ചലച്ചിത്രം ഏതാണ്? 28ാമത് ഷാങ്ഹായ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുന്ന അരുന്ധതി റോയുടെ ചലച്ചിത്രം ഇൻ വിച്ച് ആനി ഗീവ്സ് ഇറ്റ് ടോസ് വൺസ്. ലോകാരോഗ്യ സംഘടന ഏത് പകർച്ചവ്യാധിയാണ് അന്താരാഷ്ട്ര ആശങ്കയുടെ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥയെ പ്രഖ്യാപിച്ചത്? ലോകാരോഗ്യ സംഘടന ഏത് പകർച്ചവ്യാധിയാണ് അന്താരാഷ്ട്ര ആശങ്കയുടെ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥയെ പ്രഖ്യാപിച്ചത്? എബോള. അമലോപ്സ് കമൽ എന്ന തവള ഇനത്തെ കണ്ടെത്തിയ സംസ്ഥാനം ഏതാണ്? അമലോപ്സ് കമൽ എന്ന തവള ഇനത്തെ കണ്ടെത്തിയ സംസ്ഥാനം നാഗാലാൻഡ്. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി കതിർ. മഹാരാഷ്ട്രയിലെ സാവന്ത്വാടി റെയിൽവേ സ്റ്റേഷൻ പുനർനാമകരണം ചെയ്തിരിക്കുന്നത് ആരുടെ പേരിലാണ്? മഹാരാഷ്ട്രയിലെ സാവന്ത്വാടി റെയിൽവേ സ്റ്റേഷൻ പുനർനാമകരണം ചെയ്തിരിക്കുന്നത് ആരുടെ പേരിലാണ്? മധു ദന്തവതെ. ലോകമാന്യ മധു ദന്തവതെ ടെർമിനസ്.